الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا صدق الله العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചങ്ങളഖിലം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ പടച്ച തമ്പുരാൻ്റെ കൽപ്പനകൾക്ക് മാത്രം വിധേയമായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും തഖ്വയിൽ അധിഷ്ഠിതമാക്കി മാറ്റുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാമിലെ സുപ്രധാന അനുഷ്ഠാന കർമ്മമായ നമസ്കാരത്തെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവുമായുള്ള മുനാജാത്ത്, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള, മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന മനപ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും എല്ലാമുള്ള ഒരു പരിഹാര മാർഗം എന്ന നിലയിൽ നമസ്കാരം വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ പറയേണ്ടതില്ല. അത്രമാത്രം നമ്മുടെ ജീവിതവുമായി ഇഴുകിച്ചേർന്ന നിത്യജീവിതത്തിൻ്റെ ഭാഗമാണത്. അങ്ങനെയൊക്കെയാണെങ്കിലും പലപ്പോഴും നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാമിക സമൂഹം തന്നെ അലംഭാവം കാണിക്കുന്നു എന്നത് പറയാതെ വയ്യ. കാലക്രമത്തിൽ മനുഷ്യന് സംഭവിച്ചു പോകാവുന്ന ഒരു പാളിച്ചയായിട്ട് വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുന്നുമുണ്ട്. ഒട്ടേറെ പ്രവാചകവര്യന്മാരുടെ ചരിത്രം നമുക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം മുതൽ ഈസ അലൈഹിസ്സലാം വരെ ധാരാളം പ്രവാചകന്മാരെ എടുത്തു പറഞ്ഞ്
വിശുദ്ധ ഖുർആൻ അതോട് ചേർത്ത് പറയുകയാണ്. സൂറത്തു മറിയം, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, ഈ പ്രവാചകന്മാരുടെ തലമുറകൾക്കെല്ലാം ശേഷം ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവരുടെ പിൻഗാമികളായിട്ട് പിന്നെ ഒരു വിഭാഗം വന്നു. എന്താ അവരുടെ പ്രത്യേകത? അദാഉസ്സലാ, അവർ നമസ്കാരത്തെ പാഴാക്കി കളഞ്ഞു, നമസ്കാരത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. വത്തബഉ ശഹവാത്ത്, അതിൻ്റെ ഫലമായിട്ട് അവർ ദേഹേച്ഛകൾക്ക് അടിമപ്പെടുകയും ചെയ്തു, ദേഹേച്ഛയെ പിൻപറ്റുകയും ചെയ്തു. ഫസൗഫ യൽഖൗന ഗയ്യ, തീർച്ചയായും അവർ ഒരു അധപ്പതനത്തെ, നാശത്തെ കണ്ടുമുട്ടാനിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഒരു താക്കീതാണത്. ഇല്ലാമൻ താബ വ ആമന വ അമില സ്വാലിഹൻ, എന്നാൽ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി വിശ്വാസം പുതുക്കി സൽക്കർമ്മം അനുഷ്ഠിക്കുവാൻ സന്നദ്ധനായവൻ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരിക്കലും അവരോട് അനീതി പ്രവർത്തിക്കുകയില്ല, അവർക്ക് അർഹമായ പ്രതിഫലം ലഭിക്കും. ഇങ്ങനെ അല്ലാഹു തആല സൂറത്തു മറിയമിൽ നമ്മെ ഉണർത്തുന്നുണ്ട്. നമസ്കാരമുള്ള സമൂഹമാണ് നാം, പക്ഷേ നമുക്കും ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ ഇടയുണ്ട് എന്നാണല്ലോ ഈ സൂചന നൽകുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനകളിൽ സൂറത്തു ഇബ്രാഹിമിൽ പ്രത്യേകമായിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു, റബ്ബി ജഅൽനി മുഖീമസ്സലാ, നാഥ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണമേ. വമിൻ ദുരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ, എൻ്റെ സന്തതികളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണം. നാഥ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണം. ആരാ പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാം. പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ആ പ്രവാചകന്റെ മഹത്വം. ആ പ്രവാചകൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുരിയത്തി, പടച്ചവനെ എന്നെ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം, എൻ്റെ സന്തതി പരമ്പരകളെയും അങ്ങനെ ആക്കണമേ. അപ്പൊ ഇത് നേടിയെടുക്കേണ്ട മഹത്തായൊരു സൗഭാഗ്യമാണ്, മാത്രമല്ല കാത്തു സൂക്ഷിക്കേണ്ട വലിയ ഒരു അമാനത്തുമാണ് എന്നാണല്ലോ ഈ പറയുന്നതിൻ്റെ അർത്ഥം. വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമസ്കാരം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ താക്കീത് ചെയ്യുന്നു. നാം നിരന്തരം കേൾക്കുന്നു സൂറത്തുൽ മുനാഫിഖൂൻ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ, വിശ്വസിച്ചവരെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും നിങ്ങളെ അശ്രദ്ധയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. അൻ ദിക്രില്ലാ, അല്ലാഹുവെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന് അശ്രദ്ധയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. എന്താണ് ദിക്റുകളിൽ ഏറ്റവും പ്രധാനം? അഖിമിസ് സ്വലാത്ത ലി ദിക്രി, എന്നെ ദിക്ർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കൂ. അപ്പോൾ എന്താണ് പ്രധാന ദിക്ർ? നമസ്കാരമാണ്. അപ്പോൾ നമസ്കാരത്തിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധമാക്കി കളയുന്ന കാര്യങ്ങൾ നിങ്ങൾ വെടിയണം എന്നാണ് അല്ലാഹു തആല അവിടെ നമ്മെ ഉണർത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന വചനങ്ങൾ ഇതോട് ചേർത്ത് പറയുമ്പോൾ നമസ്കാരം ഉപേക്ഷിക്കൽ വളരെ ഗുരുതരമായ സംഗതിയാണ് എന്ന് വീണ്ടും മനസ്സിലാക്കാൻ പറ്റും. അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും, നമുക്കും അവർക്കും ഇടയിലുള്ള കരാർ, അഥവാ എനിക്കും വിശ്വാസികൾക്കും ഇടയിലുള്ള കരാർ എന്താണ്? അസ്സലാ, നമസ്കാരമാണ്. ആദർശബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൽ നമസ്കാരത്തിനാണ് അടിസ്ഥാന പങ്ക്. ഫമൻ തറക്കഹാ ഫഖദ് കഫറ, ഒരാൾ അത് ഉപേക്ഷിച്ചാൽ അവൻ നിഷേധിയായി, നമസ്കരിക്കാത്തവൻ കാഫിറാണ്. അതേസമയം നമ്മുടെ നമസ്കാരങ്ങൾ എത്ര പാഴായി പോകുന്നുണ്ട്. വേണ്ടത്ര ശ്രദ്ധയില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരെ നമുക്ക് സംഭവിക്കുന്നു. വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്താണ്, മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറൻ, ആ നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നവന് നമസ്കാരം പ്രകാശമായി മാറും പരലോകത്ത്. വ ബുർഹാനൻ, അവന് അനുകൂലമായ തെളിവാകും. വ നജ, അവന്റെ വിജയമാർഗമായി തീരും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. വമൻ ലം യുഹാഫിള അലൈഹ, എന്നാൽ നമസ്കാരം കാത്തു സൂക്ഷിക്കാത്തവനോ, ലം തകുല്ലഹു നൂറൻ വലാ ബുർഹാനൻ വലാ നജ, നമസ്കാരം അവൻ ഒരിക്കലും വെളിച്ചമാവില്ല, അനുകൂല സാക്ഷിയാവില്ല, അതേപോലെ തന്നെ അവന്റെ വിജയമാർഗവുമാവുകയില്ല. വക്കാന യൗമൽ ഖിയാമത്തി മഅ ഖാറൂൻ, എന്നിട്ട് റസൂലുള്ളാഹി പറയുന്ന ഒരു പ്രത്യേക ശൈലി ശ്രദ്ധിക്കുക.
അങ്ങനെയുള്ള ആളുകൾ, നമസ്കാരത്തിൽ നിഷ്ഠ പുലർത്താത്തവർ ഖാറൂനിന്റെ കൂടെയാണ് പരലോകത്ത്. ഫിർഔന വഹാമാൻ, ഫിർഔനിന്റെയും ഹാമാനിന്റെയും ഖാറൂനിന്റെയും കൂടെയായിരിക്കും നമസ്കാരം ഉപേക്ഷിക്കുന്നവർ പരലോകത്ത്. ആലോചിച്ച് നോക്കൂ, ഗുരുതരമായ പാപം ചെയ്ത കൊടും കുറ്റവാളികളുടെ, ക്രൂരന്മാരുടെ, ധിക്കാരികളുടെ കൂട്ടത്തിലാണ് നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് സ്ഥാനം എന്നാണ് പറയുന്നത്. ആരാണ് ഖാറൂന്? ഖാറൂൻ വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു, മുതലാളിത്തത്തിന്റെ പ്രതീകം. ഒരാളെ സമ്പത്താണ് നമസ്കാരത്തിൽ നിന്ന് അലസനാക്കുന്നതെങ്കിൽ അവൻ പരലോകത്ത് ഖാറൂനിന്റെ പാർട്ടിയിലാണ് ഉണ്ടാകുക, ഖാറൂനിന്റെ ഗ്രൂപ്പിലാണ് അയാൾ ഉൾപ്പെട്ടിരിക്കുക. ഇനി ഒരാളെ നമസ്കാരത്തിൽ നിന്ന് അശ്രദ്ധനാക്കുന്നത് ഭരണവും അധികാരവുമാണെങ്കിൽ, ഫിർഔൻ അധികാരത്തിന്റെ പ്രതീകമാണ്, സ്വേച്ഛാധിപത്യത്തിന്റെ പ്രതീകം. അങ്ങനെ ഭരണവും അധികാരവുമാണ് ഒരാളെ നമസ്കാരത്തിൽ നിന്ന് അശ്രദ്ധനാക്കുന്നതെങ്കിൽ, അതുകൊണ്ട് തിരക്കോട് തിരക്കാണ്, നിസ്കരിക്കാൻ സമയമില്ല, അയാൾ ഫിർഔനിന്റെ പുറകിലാണ് പരലോകത്തുണ്ടാവുക. ഫിർഔനിന്റെ അനുയായിയായിട്ട് എന്ന് പറയുമ്പോൾ ഫിർഔൻ അനുഭവിക്കുന്ന, ഫിർഔൻ കടക്കുന്ന നരകത്തിന്റെ അവകാശിയായിട്ട് അയാൾ മാറും എന്നാണല്ലോ അതിന്റെ അർത്ഥം. പിന്നെ ഒരാൾ ഹാമാനാണ്. ഹാമാൻ ആരാണ്? ഇസ്രായേൽ സമൂഹത്തിലെ വലിയ നേതാവായിരുന്നു. അങ്ങനെ നേതാവായിട്ട് സമൂഹത്തിൽ ആളായി നടന്ന മനുഷ്യൻ. അങ്ങനെ അത് മുഖേന ഒരാൾക്ക് തിരക്കാണ്, തിരക്കോട് തിരക്ക്, നിസ്കരിക്കാൻ നേരമില്ല. അയാൾ ഹാമാനിന്റെ കക്ഷിയിലായിരിക്കും പരലോകത്ത് ഹാജരാക്കപ്പെടുന്നത്. പിന്നെ ഒരാൾ ഉബയ്യാണ്, ഉബയ്യ് ഇബ്നു ഖലഫ്. അയാൾ കച്ചവടത്തിന്റെ തിരക്കിൽ പെട്ടുപോയ ആളാണ്, ബിസിനസ്സിൽ പെട്ടുപോയ ആള്. ദാരിദ്ര്യത്തിന്റെ നാളുകളിൽ കൃത്യമായിട്ട് പള്ളിയിലുണ്ടാകുന്ന ആളാണ്. കച്ചവടം ഉഷാറായപ്പോൾ പിന്നെ അയാൾക്ക് സമയമില്ല. എവിടെ സമയം? നിസ്കരിക്കാൻ എവിടെ നേരം? ഇങ്ങനെയുള്ള ആളുകൾ, കച്ചവടത്തിന്റെ തിരക്കിൽപ്പെട്ട ആളുകളെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഉബയ്യ് ഇബ്നു ഖലഫ്, ഉബയ്യ് ഇബ്നു ഖലഫിന്റെ ഗ്രൂപ്പിലായിരിക്കും പരലോകത്ത് മഹ്ശറിൽ ഹാജരാക്കപ്പെടുന്നത്. ഒറ്റ നമസ്കാരത്തിൽ അശ്രദ്ധ കാണിച്ച ആളുകളെ കുറിച്ചാണ് പറയുന്നത്. വേറെ പല വിധത്തിലുമുള്ള നന്മകൾ അയാളിൽ ഒരുപക്ഷെ ഉണ്ടാവാം. പക്ഷേ നമസ്കാരം എന്ന അടിത്തറയിൽ നിന്ന് ഒരാൾ തെറ്റിപ്പോകുമ്പോൾ അതോടുകൂടി ഇത്രയും ഗുരുതരമായ കൊടും കുറ്റവാളികളുടെ ഗ്രൂപ്പിലാണ് അയാൾ ചെന്നുപെടുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്വഹാബത്ത് താരിഖുസ്സല, നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളെ കുറിച്ച് പറയാണ്, ഫഹുവ കാഫിറുൻ മുർത്തദുൻ, അവൻ കാഫിറാണ്, മുർത്തദാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മനുഷ്യനാണ് അയാൾ. എന്താ കാരണം? അങ്ങനെയല്ലേ, ഒരാളൊരു ജോലി ഏൽപ്പിച്ചു, ഒരു ഓഫീസിൽ ജോലി ഏൽപ്പിച്ചു, പക്ഷെ അയാൾ എല്ലാ ദിവസവും ലീവാണ്. അങ്ങനെയാണെങ്കിലോ ജോലിയിൽ നിന്ന് അയാൾ പിരിച്ചുവിടേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച മുഖ്യ ജോലി ഇബാദത്താണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ഇബാദത്ത് ചെയ്യുവാനല്ലാതെ ഞാൻ ജിന്ന് മനുഷ്യവർഗങ്ങളെ പടച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല പറയുമ്പോൾ നമ്മുടെ മുഖ്യ ഡ്യൂട്ടി അല്ലാഹുവിനുള്ള ഇബാദത്താണ്. എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇബാദത്താകുന്ന ജോലിയിൽ പെട്ടതാണ് നമസ്കാരം. അപ്പൊ നമസ്കാരമാകുന്ന ജോലി ചെയ്യാൻ ഒരാൾക്ക് സമയമില്ലെങ്കിൽ അപ്പൊ അല്ലാഹു തആല അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അങ്ങനെയാണ് അയാൾ കാഫിറും മുർത്തദുമായി തീരുന്നത് സാങ്കേതിക ഭാഷയിൽ എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശൈലി പരിശോധിക്കാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്താണ്, ഉമിർതു അൻ ഉഖാതിലൻ നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യണം എന്ന് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു തആല ജനങ്ങളുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദ് റസൂലുള്ളാഹിയും അംഗീകരിക്കുന്നത് വരെ, അല്ലാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കുവോളം അവരുമായിട്ട് പോരാടണം എന്ന് അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വയുഖീമുസ് സ്വലാഹ്, അവർ നമസ്കരിക്കുന്നത് വരെ, നമസ്കാരം നിലനിർത്തുന്നവരായിത്തീരുന്നത് വരെ അവരുമായിട്ട് പോരാടണം എന്ന് അല്ലാഹു തആല എന്നെ പഠിപ്പിച്ചിരിക്കുന്നു, എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വയുതു സക്കാ, സക്കാത്ത് നിലനിർത്തുവോളവും. അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിലോ ഫൈദാ ഫഅലു ദാലിക അസമു മിന്നി ദിമാഅഹും വ അംവാലഹും, അവർ നമസ്കരിക്കുകയാണെങ്കിൽ, സക്കാത്ത് നൽകുകയാണെങ്കിൽ, വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ രക്തവും അവരുടെ സമ്പത്തും എന്നിൽ നിന്ന് സുരക്ഷിതമാണ് എന്ന് പറഞ്ഞാൽ, എങ്കിൽ ഞാൻ അവരുമായിട്ട് ഏറ്റുമുട്ടുകയില്ല. ഇസ്ലാമിക സമൂഹം ഈ വിധത്തിൽ വ്യതിചലിച്ചു പോകുമ്പോൾ തീർച്ചയായും അവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ
ഒരു സമൂഹം ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറിക്കഴിഞ്ഞാൽ, യുദ്ധം അനിവാര്യമാവുന്ന ഘട്ടത്തിൽ അവരോട് യുദ്ധം ചെയ്യാതിരിക്കണമെങ്കിൽ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരണം, അല്ലെങ്കിൽ ഇസ്ലാമുമായിട്ട് സന്ധിയിലേർപ്പെടണം എന്നാണ് ഈ പറയുന്നതിനർത്ഥം. ഖുർആനിൽ തന്നെ അല്ലാഹു തആല ആ ശൈലിയിൽ പറയുന്നുണ്ട്, ഫൈൻ താബൂ വഅഖാമു സ്വലാത്ത വആതു സക്കാ ഫഖല്ലു സബീലഹും. നിങ്ങളുടെ ശത്രുക്കൾ, അവരെ നിങ്ങൾ വെറുതെ വിടേണ്ടി വരുന്നത് എപ്പോഴാണ്? അവർ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ട് നമസ്കാരവും സക്കാത്തും അനുഷ്ഠിക്കാൻ തുടങ്ങിയാൽ ഫഖല്ലു സബീലഹും, അവരവരുടെ വഴിക്ക് വിട്ടോളൂ. മറ്റൊരിടത്ത് പറയുന്നത് ഇഖ്വാനുക്കും ഫിദ്ദീൻ, അവർ നിങ്ങളുടെ ദീനിലെ സഹോദരങ്ങളാണ്. അവർ നമസ്കാരമുള്ളവരാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ സഹോദരങ്ങളായി തീരുക, അല്ലെങ്കിൽ അവർ ദീനിന്റെ പ്രാഥമികമായ അടിത്തറകളിൽ നിന്ന്, മാനദണ്ഡങ്ങളിൽ നിന്ന് പുറത്താകും എന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണല്ലോ. ഇനി നരകത്തിൽ പ്രവേശിക്കപ്പെട്ട ആള്, അയാളോട് അവിടെ വെച്ച് സ്വർഗവാസി സംസാരിക്കും. അപ്പൊ ആ സമയത്ത് ഇയാൾ ചോദിക്കും, മാ സലക്കക്കും ഫീ സഖർ, അല്ല സഹോദരാ, നീ എങ്ങനെ ഈ നരകത്തിലെത്തി? നിങ്ങൾ എങ്ങനെ നരകത്തിൽ പ്രവേശിച്ചു? എന്താ ഇതിന് മാത്രം നിങ്ങൾ ചെയ്ത തെറ്റ്? അപ്പൊ അവർ സ്വയം പറയുന്ന മറുപടി, ലം നക്കു മിനൽ മുസല്ലീൻ വലം നക്കു നുതൈമുൽ മിസ്കീൻ. രണ്ട് കാരണമാണ് മുഖ്യമായിട്ട് പറയാം. ഒന്നാമത്തേത് ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല എന്നാണ് പറയുന്നത്. വലം നക്കു നുതൈമുൽ മിസ്കീൻ, ഞങ്ങൾ മിസ്കീന്മാരെ ഭക്ഷിപ്പിച്ചിരുന്നുമില്ല എന്നും പറയും. നരക കാരണത്തിൽ, നരകപ്രവേശ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരാൾ നമസ്കരിക്കാതിരിക്കുന്നു എന്നാണ് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ബോധപൂർവം നമസ്കാരം ഉപേക്ഷിക്കുന്ന, ധിക്കാരപൂർവ്വം ഞാൻ നമസ്കരിക്കുന്നില്ല, വരുന്നത് വരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനും സുന്നത്തും നമുക്ക് നൽകുന്ന അധ്യാപനങ്ങളാണ്. ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ബോധപൂർവ്വം നമസ്കരിക്കാതിരിക്കുമ്പോൾ. അതേസമയം സമുദായത്തിന്റെ അകത്ത്, വിശ്വാസികളുടെ സമൂഹത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് മുസ്ലിം പേര് സ്വീകരിച്ച് മുസ്ലിം കുടുംബത്തിൽ കഴിഞ്ഞ്, മുസ്ലിം കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച് ഈ സമുദായത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരാണല്ലോ ഞാനും നിങ്ങളും. നമുക്ക് സംഭവിക്കുന്ന പ്രശ്നം എന്താണ്? നമസ്കാരത്തെ തള്ളിപ്പറയാൻ നാം എന്തായാലും സന്നദ്ധരല്ല. നമസ്കാരത്തെ നിഷേധിക്കുവാൻ ധിക്കാരപൂർവ്വം അത് അനുഷ്ഠിക്കാതിരിക്കുന്നവരല്ല നാം ആരും. പക്ഷെ നമുക്ക് സംഭവിക്കുന്നത് ആലസ്യമാണ്, അലസതയാണ്. ഒന്നുകിൽ സമയം തെറ്റിക്കാം, അതല്ലെങ്കിൽ മറ്റു നമസ്കാരങ്ങളോടൊപ്പം പിന്നെയും ബന്ധിച്ച് നമസ്കരിക്കാം. എന്തെങ്കിലും നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ നമസ്കാരം അവ്വല വഖത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന പ്രവണത നമ്മുടെ സമുദായത്തിൽ വളരെ കൂടുതലാണ്. എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ പേരിൽ വീട്ടിലൊരു കല്യാണം വന്നാൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പെട്ടെന്ന് നമസ്കാരം മാറ്റിവെക്കുന്ന പ്രവണത, അശ്രദ്ധ കാണിക്കുന്ന പ്രവണത വളരെ കൂടുതലാണ് നമ്മുടെ കൂട്ടത്തിൽ. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ മുനാഫിഖിന്റെ ലക്ഷണം പറയുന്നുണ്ട്. സൂറത്തുൻ നിസാ 142 മുനാഫിഖിന്റെ ലക്ഷണം. ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ്, മുനാഫിഖുകൾ യുഖാദിഊനല്ലാഹ, അവർ അല്ലാഹുവെ വഞ്ചിക്കുന്നു എന്നാണ് അവർ കരുതുന്നത്. അല്ലാഹുവെ പറ്റിക്കുക, അല്ലാഹുവെ വഞ്ചിക്കുക. വഹുവ ഖാദിഉഹും, എന്നിട്ട് അല്ലാഹു പറയാണ് അല്ല, അല്ലാഹു അവരെയാണ് വഞ്ചിക്കുന്നത് എന്ന് അല്ലാഹു തആല എന്നിട്ട് അവിടെ തിരുത്തി പറയാണ്. വൈദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല, അവർ നമസ്കരിക്കാൻ നിന്നാൽ ഖാമൂ കുസാല, അങ്ങേയറ്റം അലസന്മാരായിട്ടാണ് അവർ നമസ്കരിക്കാൻ നിൽക്കാം. മുനാഫിക്ക് നമസ്കരിക്കും. എന്താ കാരണം? നമസ്കരിച്ചില്ലെങ്കിൽ അയാൾക്ക് മുനാഫിക്കാവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, മുനാഫിക്ക് എന്ന് പറയുന്നത് അയാൾ മുസ്ലിം സമൂഹത്തിലുണ്ടാകും, നിഷേധികളുടെ സമൂഹത്തിലുണ്ടാവും. രണ്ട് സ്ഥലത്തും അഡ്ജസ്റ്റ്മെന്റിൽ കാര്യം നേടാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പൊ അയാൾ ബാങ്ക് കേട്ടാൽ അവ്വൽ സഫിൽ തന്നെ അയാൾ ഉണ്ടാവും നമസ്കരിക്കാൻ. കാരണം പള്ളിയിലെത്തിയില്ലെങ്കിൽ പ്രശ്നമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോട്ട് ചെയ്യും. അങ്ങനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമസ്കരിക്കാത്ത ആള് കാഫിറാണല്ലോ, അയാൾ പുറത്തു പോകും. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് സൗജന്യങ്ങൾ പറ്റാൻ വേണ്ടിയിട്ട് ഇവർ നമസ്കരിക്കാൻ കൃത്യമായിട്ട് വരാതിരിക്കാൻ പറ്റൂല. പക്ഷെ വരുന്ന രീതിയാണ് ഈ പറയുന്നത്. വൈദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല, അവർ നമസ്കരിക്കാൻ നിന്നാൽ അലസന്മാരായിട്ടാണ് നമസ്കരിക്കാൻ നിൽക്കുക. ഇത് വലിയൊരു പ്രശ്നമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണിത്. നാം ആത്മവിചാരണ നടത്തേണ്ട ഒരു പ്രശ്നമാണ്.
നമസ്കരിക്കുവാൻ കൃത്യസമയത്ത് എത്താൻ കഴിയാതിരിക്കുന്നതിൽ പലപ്പോഴും അലസതയാണോ നമ്മെ പിറകോട്ട് വലിക്കുന്നത് എന്ന് നാം ചിന്തിച്ചു നോക്കണം. മാത്രമല്ല അതോട് ചേർത്ത് പറയാണ് യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ നമസ്കരിക്കുന്നത്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അള്ളാഹുവെ വളരെ കുറച്ച് മാത്രമേ അവർ ദിക്ർ ചെയ്യുകയുള്ളൂ. പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ചിന്ത വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അവരുടെ ജീവിതത്തിൽ. അവരുടെ വർത്തമാനങ്ങളിലും ഇടപാടുകളിലും പെരുമാറ്റങ്ങളിലുമൊക്കെ അള്ളാഹുവെ കുറിച്ചുള്ള ചിന്ത വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതാണ് പ്രശ്നം. ഖാമു കുസാല, അലസന്മാരായിട്ട് നിസ്കരിക്കാൻ നിൽക്കുക. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശകലനം ചെയ്ത് പറയാണ്, മുനാഫിക്ക് നമസ്കരിക്കാതിരിക്കില്ല, അയാൾ നമസ്കരിക്കും. പക്ഷേ കുസാല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഓ ഇത്ര പെട്ടെന്ന് ബാങ്ക് കൊടുത്തോ, പലപ്പോഴും നമ്മൾ അങ്ങനെ പറയും. അല്ലെങ്കിൽ മനസ്സിൽ തോന്നും ഓ ബാങ്ക് കൊടുത്തു പോയല്ലോ. ഇങ്ങനെ തോന്നിപ്പോകുന്ന ഒരു പ്രകൃതം ഉണ്ടല്ലോ, എന്തോ ഒരു അസ്വസ്ഥത. നിസ്കരിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ പള്ളിയിൽ പോകും, പക്ഷെ എന്നാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു അസ്വസ്ഥത. ബാങ്ക് കേൾക്കുമ്പോൾ ഇനിയിപ്പോൾ പള്ളിയിൽ പോകണമല്ലോ, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രസകരമായ വർത്തമാനങ്ങൾ മുറിഞ്ഞു പോകുമ്പോൾ പെട്ടെന്നൊരു അസ്വസ്ഥത. അല്ലെങ്കിൽ TV യിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം പെട്ടെന്ന് അത് ഓഫ് ചെയ്യേണ്ടി വരുമല്ലോ എന്നതിനെക്കുറിച്ച് ഓർത്തുള്ള ഒരു അസ്വസ്ഥത. ഇതൊക്കെ നിഫാഖിന്റെ ലക്ഷണമാണെന്നാണ്. വളരെ ഗൗരവമാണ് വിഷയം. നമസ്കാരത്തോടുള്ള നമ്മുടെ സമീപനമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മനസ്സിന്റെ ഉള്ളിലുള്ള ചിന്ത എന്താണ്? സുബഹിക്ക് ബാങ്ക് കേൾക്കാൻ ഇത്ര പെട്ടെന്ന് ബാങ്ക് കൊടുത്തുപോയോ? എഴുന്നേൽക്കാനൊരു മടി പോലെ മനസ്സിലാണ്, പക്ഷെ എന്നാലും എഴുന്നേൽക്കും. ഇങ്ങനെ ഉള്ളിൽ തോന്നുന്ന ഈ വിചാരങ്ങൾ വരെയും നിഫാഖിന്റെ ലക്ഷണങ്ങളാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ ആയത്ത് വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നത്. വൈദാ ഖാമു ഇലസ്വലാത്തി ഖാമു കുസാല, അവർ നമസ്കരിക്കാൻ നിന്നാൽ അലസന്മാരായിട്ടാണ് നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരിക്കും അവർ നമസ്കരിക്കാൻ നിൽക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതുകൊണ്ട് ചിലർ കൂടുതൽ നന്നാക്കി നമസ്കരിക്കാൻ ശ്രമിച്ചു. ഇന്നും കാണാൻ അങ്ങനെയുള്ള നമസ്കാരക്കാരൻ. ഒറ്റക്കാകുമ്പോൾ വളരെ സ്പീഡിൽ നിസ്കരിച്ച് കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ നമസ്കാരം വീക്ഷിച്ചു, വളരെ പെട്ടെന്ന് അയാൾ നിസ്കരിച്ചു. അപ്പോൾ റസൂൽ അയാളെ വിളിച്ചു, നീ എന്താ ചെയ്തത്? ഞാൻ നമസ്കരിച്ചു. പോയി ഒന്നുകൂടി നമസ്കരിക്കോ? അയാൾ വീണ്ടും പോയി നിസ്കരിച്ചു. ആ നമസ്കാരം കഴിഞ്ഞ് വീണ്ടും റസൂലിന്റെ അടുക്കൽ വന്നപ്പോൾ ഒന്നുകൂടി നമസ്കരിക്കോ? ഇങ്ങനെ 3 തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ വീണ്ടും തിരിച്ചു വിട്ടു നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. അയാൾ നമസ്കരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ നമസ്കാരം യഥാർത്ഥത്തിൽ അള്ളാഹുവെ ദിക്ർ ചെയ്യുന്ന ഖുശൂഉള്ള നമസ്കാരമായിരുന്നില്ല. നമസ്കാരത്തിലെ അടക്കം, ഒതുക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തുമഇനീന എന്ന് പറയുമല്ലോ, അടക്കമുണ്ടാവുക. ഓരോ റക്അത്തിലും ഓരോ ദിക്റിനിടയിലും അടക്കമുണ്ടാവുക എന്നത് പ്രധാനമാണ്. സൂറത്ത് കൈ കെട്ടിക്കഴിഞ്ഞാൽ അതിലൊന്ന് അടങ്ങുക, അത് കഴിഞ്ഞ് ഫാത്തിഹയും സൂറത്തും ഓതിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് അടങ്ങുക, എന്നിട്ട് റുക്കോയിൽ പോവുക, അവിടെ ഒന്ന് അടങ്ങിയിട്ട് ദിക്ർ ചൊല്ലുക, എന്നിട്ട് അതിനുശേഷം ഇഅ്തിദാലിലേക്ക് വരിക. ഇങ്ങനെ ഒരു അടക്കം ഉണ്ടാവുക, നമസ്കാരത്തിൽ സ്വസ്ഥതയുണ്ടാവുക. അതിൽ നിന്ന് വല്ലാത്തൊരു നിർവൃതി അനുഭവിക്കാനും ആസ്വദിക്കുവാനും സാധിക്കൂ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അങ്ങനെയല്ലാതെ വെറും ഒരു കഴിച്ചുകൂട്ടൽ എന്ന നിലക്ക് നമസ്കാരം മാറുമ്പോൾ അത് ഈ പറഞ്ഞ ഖാമു കുസാല, അവർ വെറും അശ്രദ്ധരായിട്ട് അലസന്മാരായിട്ട് നമസ്കരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകും. അതുതന്നെയാണല്ലോ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. അലസന്മാരായിട്ട് അശ്രദ്ധരായിട്ട് നമസ്കരിക്കുന്നവർക്ക് നാശം. അല്ലദീനഹും യുറാഊൻ, അവർ ആളുകളെ കാണിക്കുവാൻ വേണ്ടിയാണ് നമസ്കരിക്കുന്നത്. വയംനഊനൽ മാഊൻ, ഒരു പരോപകാരവും ചെയ്യാത്ത, എല്ലാം തടഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, അഥവാ നമസ്കാരത്തിന്റെ ഗുണം ജീവിതത്തിലേക്ക് വരാത്ത ആളുകളാണവർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇസ്ലാമിക സമൂഹത്തിന്റെ അകത്ത് തന്നെയുള്ള നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശകലനം ചെയ്ത് പറയുന്നു, അവരെ കാഫിർ എന്ന് വിളിക്കാൻ സാധ്യമല്ല. കാരണം അവർ ഈ ഉമ്മത്തിനകത്തുള്ളവരാണ്. അവർ ബോധപൂർവം അങ്ങനെ തീരുമാനിച്ച് ധിക്കാരം പ്രവർത്തിക്കുന്നവരല്ല. അതേസമയം അലസത പ്രകടിപ്പിക്കാൻ,
അലസത ഏതോ അർത്ഥത്തിൽ അവരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഫാസിഖുകളാണ് എന്നാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. അവർ ഫാസിഖാണ് എന്ന് പറഞ്ഞാൽ തെറ്റിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. തോന്നിയ വാസം എന്ന് പറയില്ലേ, തോന്നും പോലെ ചെയ്യാം. തനിക്ക് തോന്നുകയാണെങ്കിൽ നമസ്കരിക്കാം, തോന്നിയില്ലെങ്കിൽ നിസ്കരിക്കാതിരിക്കാം. ഇങ്ങനെയുള്ള ഇച്ഛക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്ന മുസ്ലിം സമുദായത്തിനകത്തുള്ള ആൾക്കൂട്ടമാണിവർ എന്നതാണ് ഇവരുടെ പ്രശ്നം. ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഒന്നാമതായിട്ട് ഉപദേശത്തിലൂടെ തന്നെ ഉപദേശിച്ച് അള്ളാഹുവെക്കുറിച്ച് ബോധ്യപ്പെടുത്തി അവരെ അള്ളാഹുവിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, നമസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ മാർഗം. അതേസമയം ഇസ്ലാമിക ഭരണകൂടം ഇവരെ കൈകാര്യം ചെയ്യുന്നത് ഇമാം അബൂ ഹനീഫയുടെ വീക്ഷണത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ രക്തം പൊടിയുന്നത് വരെ അടിക്കണം എന്നാണ്. നമസ്കാരത്തിൽ അലസത കാണിക്കുന്ന, പലപ്പോഴും നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന, എന്നാൽ മുസ്ലിം ഉമ്മത്തിൽ തന്നെ കഴിയുന്ന ആൾക്കാരെ അവരുടെ ശരീരത്തിൽ രക്തം പൊടിയുന്നത് വരെ അടിക്കണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തല്ലണം എന്ന് തന്നെ അർത്ഥം. പിന്നെ ഒന്ന്, അവർ നമസ്കരിക്കുന്നത് വരെ അവരെ തടവിലിടണം. കാരണം നിസ്കരിക്കാത്ത മുസ്ലിം റോഡിലൂടെ നടക്കുമ്പോൾ, അങ്ങനെയുള്ള മുസ്ലിം വീട്ടിലുണ്ടാകുമ്പോൾ പ്രശ്നമാണ്. വീട്ടിലെ കുട്ടികളും മറ്റുള്ള ആളുകൾക്കൊക്കെ അയാളാണല്ലോ മാതൃകയാവുന്നത്. അങ്ങനെ വീട്ടുകാർ നമസ്കാരം ഇല്ലാത്തവരാകും, കുടുംബക്കാർ നമസ്കാരം ഇല്ലാത്തവരാകും, നാട്ടുകാർക്കും നമസ്കാരത്തിൽ ആലസ്യം ബാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ പിടിച്ച് തടവിലിടണം എന്നാണ് ഇസ്ലാമിക കോടതി ഈ വിഷയത്തിൽ വിധിച്ചിരിക്കുന്നത്. ഇമാം അബൂ ഹനീഫയുടെ വ്യക്തമായ വിധിയാണ് ഇത്. എന്നാൽ ഇമാം ഷാഫിയും ഇമാം മാലിക്കും ഇമാം ഇബ്നു ഹംബലും ഈ വിഷയത്തിൽ പറയുന്നത് അവരെ വധിച്ചു കളയണം എന്ന് തന്നെയാണ്. വളരെ ഗുരുതരമാണ് പ്രശ്നം. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. പക്ഷെ അതേസമയം ഇങ്ങനെ ഒരാൾ തുടരുകയാണെങ്കിൽ അയാളെ വധിച്ചു കളയണം. എന്താ കാരണം? അയാൾ തീർച്ചയായിട്ടും കുഫറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അത്തരം ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ട ആളാണ്. അതുകൊണ്ട് അയാളെ പിന്നെ വെച്ചേക്കരുത്. ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ നമ്മളൊക്കെ ഒരു അനിസ്ലാമിക സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇസ്ലാമിക സമൂഹത്തിലായിരുന്നുവെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ എത്ര ആളുകൾ ജീവിക്കും, എത്ര ആളുകൾ ജീവനോടെ നിലനിൽക്കും എന്നത് ചിന്തിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹം നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റം അലസത കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നിസ്സംഗമായ അലസതയാണ് ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇത് വളരെ ഗൗരവതരമായിട്ട് ഇസ്ലാമിക സമൂഹം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. നമസ്കാരത്തിലെ അശ്രദ്ധ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഊനിലെ വചനത്തെ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം അനുസരിച്ച് നമസ്കാരത്തിൽ ചൊല്ലുന്നതിൻ്റെ അർത്ഥമറിയാതെ അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കാം, അതൊരു തരം അശ്രദ്ധയാണ്. അതേസമയം അങ്ങനെ ചൊല്ലി പഠിക്കുവാനോ അർത്ഥമറിയാനോ ഒന്നും അറിയാത്ത ആളുകളുണ്ടാവും. പ്രായമായ ഉമ്മമാരും വാപ്പമാരും ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ഒരുപക്ഷെ കൃത്യമായിട്ട് വാക്കുകളുടെ അർത്ഥം പറയാൻ ഇപ്പോൾ കഴിയില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ നല്ല ഇഖ്ലാസ് ഉണ്ട്. അങ്ങനെയാണല്ലോ, വളരെ കൃത്യമായിട്ട് ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ നടത്തുന്ന പ്രായമായ ഉമ്മയും വാപ്പയൊക്കെ ഉണ്ടാവും വീട്ടിൽ. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചല്ല പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല അവരുടെ ഇഖ്ലാസ് പരിഗണിച്ച് തീർച്ചയായിട്ടും അവരുടെ നമസ്കാരത്തിന് പൂർണ്ണ പ്രതിഫലം നൽകും. അതേസമയം പഠിക്കാനും അറിയാനൊക്കെ കഴിവുള്ള, ചിന്തിക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൽ ചൊല്ലുന്ന വാക്കുകളുടെ അർത്ഥവും ആശയവും ഗ്രഹിക്കുക എന്നത് വളരെ പ്രധാനമാണ്. എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്ന് പറയരുത്. ഇത് പഠിച്ചേ പറ്റും. പഠിക്കാൻ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയിട്ട് ഓരോ വാക്കിൻ്റെയും അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് തന്നെ നമസ്കരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അശ്രദ്ധയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ അതിന് കഴിയും. പലപ്പോഴും എന്താണ് ഞാൻ അനുഷ്ഠിക്കുന്നത് എന്ന തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നമസ്കാരം അലസമായി പോകുന്നത് എന്നതൊരു കാരണമാണ്. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അതാണ്. അപ്പം അതിനാൽ അർത്ഥമറിയണം, ആശയമറിയണം, എന്താണ് അനുഷ്ഠിക്കുന്നതെന്നറിയണം, നമസ്കാരം നമ്മിൽ ചെലുത്തേണ്ട സ്വാധീനം എന്താണ്, ഏത് വിധത്തിലാണ് എൻ്റെ ജീവിതത്തിൽ നമസ്കാരം പ്രയോജനപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചും തീർച്ചയായിട്ടും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഈ അശ്രദ്ധയുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നാം മനസ്സിലാക്കണം. ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ നമസ്കാരം എന്നത് യഥാർത്ഥത്തിൽ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമാകുമോ? ആലോചിച്ച് നോക്കൂ. അല്ലാഹു നമുക്ക് നൽകിയ കോടാനുകോടി അനുഗ്രഹങ്ങളുണ്ടല്ലോ. ഈ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് പകരമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ നമസ്കാരം? ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു അവയവത്തിൻ്റെ പ്രവർത്തനം,
ഈ പ്രവർത്തനത്തിന് പകരമായിട്ട് നമ്മുടെ നമസ്കാരം മതിയാകുമോ? ഇല്ലല്ലോ. എത്രയാണ് നാം അള്ളാഹുവോട് നന്ദി കാണിക്കേണ്ടത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. അത്രമാത്രം അനുഗ്രഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആകപ്പാടെ പടച്ച തമ്പുരാൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് 5 നേരത്തെ നമസ്കാരമാണ്. ഒരു ദിവസം 24 മണിക്കൂറും തനിക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താവുന്ന വിധം നമ്മുടെ അവയവങ്ങൾ നമ്മോടൊപ്പം ചലിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. 24 മണിക്കൂറും മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം, 24 മണിക്കൂറും ഉച്ഛ്വസിക്കാൻ കഴിയുന്ന ശ്വാസകോശം, 24 മണിക്കൂറും രക്തചംക്രമണം ശരീരത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 24 മണിക്കൂറും ഓരോ നിമിഷവും നമ്മുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് പടച്ചതമ്പുരാൻ നമുക്ക് ചെയ്തു തന്ന സംവിധാനങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. അത്രമാത്രം മതി. അങ്ങനെയാണെങ്കിൽ അവൻ നൽകിയ ഈ അനുഗ്രഹമാകുന്ന ശരീരത്തെ ഒരു 5 നേരം ഒന്ന് അവൻ്റെ മുമ്പിൽ തല കുനിച്ചുകൂടെ? ഒന്ന് സുജൂദിൽ വീണുകൂടെ? ഇത്രയും ആലോചിക്കേണ്ടുള്ളൂ. ഇതിനപ്പുറം മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടതില്ല. ഈ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയ അള്ളാഹുവിന് പകരമായിട്ട് കൊടുക്കാൻ നമ്മുടെ പക്കൽ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. എന്നിട്ടോ ഈ നമസ്കാരത്തിന് അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരം നൽകാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ആകപ്പാട് ചെയ്യാൻ പറയുന്നത് ദിനേന എന്നോണം 5 നേരത്തെ നമസ്കാരമാണ്. ഇങ്ങനെ ഒരാൾ നമസ്കരിക്കാൻ സന്നദ്ധനായാലോ അവന് മഹത്തായ പ്രതിഫലം വീണ്ടും അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നു. അതിന് പിന്നെയും പ്രതിഫലം, സ്വർഗമാണ് പ്രതിഫലം. ഇതാണല്ലോ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ. അതിനാൽ നമസ്കാരത്തിൻ്റെ ഈ പ്രാധാന്യം സ്വയം ബോധ്യപ്പെടുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ഈ അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ട് അങ്ങോട്ട് കൊടുക്കാൻ ഗനിയായ ഹമീദായ സ്വയം പര്യാപ്തനായ എല്ലാ സ്തുതികൾക്കും സ്വയം തന്നെ അർഹനായ അള്ളാഹുവിന് അങ്ങോട്ട് കൊടുക്കാൻ ദരിദ്രന്മാരായ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ ഉള്ളതാകപ്പാടെ അവൻ്റെ ഇത്തരത്തിലുള്ള ചില കൽപ്പനകൾ പാലിക്കുക എന്നത് മാത്രമാണ്. ഇതിനും കഴിയില്ലെങ്കിൽ ഇതിലും വലിയ അബദ്ധം നമ്മുടെ ജീവിതത്തിൽ, ഇതിലും വലിയ നിർഭാഗ്യം വേറെ എന്താണ് സംഭവിക്കാനുള്ളത് എന്ന് മാത്രമാണ് നാം ആലോചിച്ച് നോക്കേണ്ടത്. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമസ്കാരത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം ബോധ്യപ്പെടുക. അതിനാൽ അതിൻ്റെ കൃത്യനിഷ്ഠ, നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നതിലുള്ള ജാഗ്രത, അലസത വന്നു പോകുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള അങ്ങേയറ്റത്തെ ഉത്കണ്ഠ, അത് വരുന്നുണ്ടെങ്കിൽ എന്നിൽ നിഫാഖിൻ്റെ ലക്ഷണങ്ങൾ കടന്നുകൂടുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള നിരന്തരമായ ശ്രമം, ഇതൊക്കെ നമ്മുടെ ഭാഗത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ നന്ദി ബോധമുള്ള ദാസന്മാരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും. പടച്ച തമ്പുരാൻ അത്തരം അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.